ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ UPSൻ്റെ ട്രാൻസ്ഫോമർ കൊണ്ട് ഒരു ബാറ്ററി ചാർജർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഒരു ട്രാൻസ്ഫോമറാണ്. ഇത് UPSൻ്റെ ട്രാൻസ്ഫോമറാണ്. കാണാം, സെക്കൻഡറിയിൽ 2 വയേഴ്സും പ്രൈമറിയിൽ 4 വയേഴ്സും കാണാം. ഇത് ഈ ബ്ലാക്ക് കോമണും ഇത് വേരിയസ് വോൾട്ടേജുകളിൽ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ കടത്തിവിടുന്ന OS ആണ്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് 230ക്ക് കറക്റ്റായിട്ട് വേണ്ടിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ UPS. സോ ഇതിൽ നിന്ന് എത്രയാണ് ഔട്ട്പുട്ട് വരികയാണെന്ന് നമുക്ക് ഇതൊന്ന് കറണ്ടിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൽ കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിച്ചിട്ടുണ്ട്. കാണാം, ഇവിടെ ഇത് ഡയറക്റ്റ് സ്വിച്ച് ബോർഡിൽ നിന്ന് ഫേസ് ന്യൂട്രലും എടുത്തിട്ട് ഇതിൻ്റെ ബ്ലാക്ക് വയറിലും അതുപോലെ തന്നെ ഗ്രീൻ വയറിലും വേണ്ടി ഞാൻ 2 കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ നിന്നും മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എത്ര AC ആണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിവിടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എത്രയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കാണാം, സ്വിച്ച് ഓൺ ചെയ്തപ്പം ഏകദേശം 6 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. സോ ഇതിപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് 6 വോൾട്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇതിനെ നമുക്കിനി 12 വാൾട്ട് ഔട്ട്പുട്ടാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്കൊരു 12 വാട്ടിൻ്റെ ബാറ്ററി ചാർജർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് 12 വാൾട്ട് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് 6 വോൾട്ട് ഔട്ട്പുട്ടായിരുന്നു ലഭിച്ചിരുന്നത്. അപ്പോൾ നമുക്കിത് 12 വാൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെക്കൻഡറി സെക്ഷൻസ് എടുക്കുക. സെക്കൻഡറി സെക്ഷൻസ് എടുത്തതിന് ശേഷം ഞാനിവിടെ മുമ്പ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഒന്ന് കീറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോയിൻറ്റ് കാണാൻ പറ്റും ഈ ട്രാൻസ്ഫോമറിലോട്ട്. ഇത് കാണാൻ നിങ്ങൾക്ക് 2 ട്രാൻസ്ഫോമറിന് 2 ലൈൻസ് വന്ന് ഒന്ന് ബൈൻഡ് ചെയ്ത് സോൾഡർ ചെയ്തിട്ടാണ് ഒരു ഔട്ടായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും നിങ്ങൾക്ക് കാണാം 2 ലൈനാണ് വരുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ നിന്ന് 2 ലൈൻ വന്ന് ജോയിൻ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഇത് 2 കോയിൽസ് പാരലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സീരീസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ 6 + 6 12 വോൾട്ടായിട്ട് കിട്ടും. ഇതിപ്പോൾ പാരലായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് 6 വോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഞാനത് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ മുമ്പ് ഇത് 2 ഒരുമിച്ചായിരുന്നു, ഇത് 2 ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞാൻ 4 ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഏതിലാണെന്ന് നോക്കണം. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എങ്കിൽ മാത്രമേ നമുക്കിത് സീരീസ് ആയിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇത് പാരലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇത് 2 ഏതെങ്കിലും ഒന്നായിരിക്കും. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇത് 2 ഒന്നായിരിക്കും. അത് നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബീപ്പ് സൗണ്ട് കേൾക്കാം. ഇവിടെ കൊടുത്തപ്പം ഇതും തമ്മിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതും തമ്മിലാണ് കണ്ടിന്യൂറ്റി ഉള്ളത്. ഞാൻ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു. പക്ഷേ എനിക്ക് നേരെ കാണിക്കാൻ പറ്റാത്തത് ക്യാമറ വയ്ക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അല്പം പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതും തമ്മിൽ കണക്ഷൻ, ഇതും തമ്മിലാണ് കണക്ഷൻ. സോ നമുക്കിത് ഒന്ന് ഇതിപ്പോൾ പാരലാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഇതിനെ സീരീസ് ആയിട്ട് കൊടുക്കണം. സീരീസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂറ്റി ഇല്ലാത്ത 2 തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടിന്യൂറ്റി ഉള്ളത് ഇതും കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതും കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും തമ്മിൽ ഒന്ന് ഈ സീരീസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതും തമ്മിൽ കൊടുക്കാം. ഇപ്പോൾ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇതും തമ്മിൽ നമുക്കിവിടെ കൊടുക്കാം. ഒന്ന് സീരീസ് ആക്കി കൊടുക്കുക. ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സെൻറ്ററിലോട്ട് ആ വയറിനെ കൊണ്ടുവന്നതിന് ശേഷം ഇത് 2 തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്. ഈ തമ്മിൽ യോജിക്കുമ്പോൾ ഈ ഭാഗത്ത് 6 വോൾട്ടായിരുന്നു, ഈ ഭാഗത്ത് 6 വോൾട്ടായിരുന്നു. ഇത് നമ്മൾ ഇപ്പോൾ സീരീസ് ആയിട്ട് കൊടുത്തുകൊണ്ട് അത് 6 + 6 12 വാൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ ഇല്ലയോ. ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ ഒരു നോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൾട്ടിമീറ്ററിൻ്റെ അടുത്ത നോബ് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബീപ്പ് സൗണ്ട് ഇവിടെ കാണാൻ പറ്റും, മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് മൾട്ടിമീറ്ററിനകത്ത്. അതിനകത്ത്
ഇപ്പോൾ ഇത് സക്സസ്ഫുള്ളായിട്ട് സീരീസ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അത് കണക്ട് ചെയ്തത് ഇടയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് നിൽക്കുന്നതായിരിക്കും, കണ്ടോ. ഇപ്പോൾ ഞാൻ അതിന് വേർതിരിച്ചിട്ട് അതാ ഈ നോബിനെടുത്ത് ഇതിൽ തൊട്ട് നോക്കുമ്പോൾ മൾട്ടിമീറ്റർ ഒരു വ്യത്യാസവും കാണിക്കുന്നില്ല, കാരണം അവ തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതുകൊണ്ട് നമുക്ക് ഇനി ഇത് രണ്ടും സോൾഡർ ചെയ്ത് എടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. നേരത്തെ ഇതും തമ്മിലായിരുന്നു ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നത്. അതായത് ഇത് ഒരേ കോയിലും ഇതും ഒരേ കോയിലായിരുന്നു. സോ ഈ രണ്ട് കോയിലിനെ ഞാനിപ്പോൾ ഇവിടെ നടുക്ക് ചേർത്ത് ഒരു സീരീസ് കണക്ഷനാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറണ്ടിൽ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവ എത്ര വോൾട്ടാണ് കിട്ടുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ ഇത് വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്ററും കറണ്ടിലുമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഞാൻ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഈ ബ്ലാക്ക് വയറിലും ഗ്രീൻ വയറിലുമാണ്. ഇപ്പം നമുക്ക് ഒന്ന് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എത്ര വോൾട്ടേജാണ് ഔട്ട്പുട്ട് വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പം 12.5 അല്ലെങ്കിൽ 12.4 ഏകദേശം അത്ര AC വോൾട്ടേജ് ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഇത് സക്സസ് ആയെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആദ്യത്തേത് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കണം. കാരണം ഇതിപ്പോൾ AC ഔട്ട്പുട്ടാണ് വരുന്നത്. ഇതിന് നമുക്കിനി DC ഔട്ട്പുട്ടാക്കി മാറ്റണം. സോ അടുത്ത ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നിർമ്മിച്ച ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതിന് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു 4 ഡയോഡും പിന്നെ ഒരു കപ്പാസിറ്റർ എനിക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1000 UF 16 വോൾട്ടാണ്. നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു 2000 UF 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ എനിക്ക് ആ കപ്പാസിറ്റർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഈ 16 വോൾട്ട് 1000 UFൻ്റെ എടുത്തത്. ഇനി ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഈ പിക്ചർ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് കിട്ടും. അതായത് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ 2 ഡയോഡ് എടുക്കുക. 2 ഡയോഡ് എടുത്തതിന് ശേഷം അതിൻ്റെ ഈ ലൈനുള്ള ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ വീണ്ടും 2 ഡയോഡ് എടുക്കുക. അതിൻ്റെ ഈ ലൈൻ ഇല്ലാത്ത ഈ 2 ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി യോജിക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് സീരീസ് പോലെ കൊടുക്കുക, കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ നിങ്ങളിവിടെ ഞാൻ ഇപ്പോൾ 2 പാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു പാർട്ടും ഇത് ഒരു പാർട്ടും. അപ്പോൾ ഈ 2 പാർട്ടും തമ്മിൽ ഈ ഇവിടെ രണ്ടും നിങ്ങൾ ജോയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. ഈ ലൈനുള്ളതും ആദ്യത്തെ ഉണ്ടാക്കിയ സീരീസിൻ്റെ ലൈനില്ലാത്ത ഭാഗത്തോട്ടും ഇതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ലൈനുള്ളതും ഈ ലൈനില്ലാത്ത ഭാഗം തമ്മിൽ ഒന്ന് കൂട്ടി യോജിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബ്രിഡ്ജ് റെക്ടിഫയർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഈ 2 ലൈനും തമ്മിൽ കൂടിച്ചേരുന്ന ഈ ഭാഗത്തു നിന്ന് പോസിറ്റീവും ഈ നെഗറ്റീവ് സൈഡ് കപ്പാസിറ്ററിൻ്റെ അതായത് നെഗറ്റീവ് ഭാഗം ഇവിടെ 2 ലൈനും ഇല്ലാതെ കൂടിച്ചേരുന്ന ഈ ഭാഗം നമ്മൾ ആദ്യമായി ചെയ്തപ്പോൾ രണ്ടാമത് ചെയ്തില്ലേ 2 ലൈനും തമ്മിൽ ചെയ്യാത്ത ഭാഗം, ഈ ഭാഗത്തിലും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും കൊടുക്കുക. അതായത് ഇവിടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും ഇവിടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലൈനും കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് DC ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ DC ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും എടുക്കും. അപ്പോൾ ഇവിടെ കറണ്ട് വരുന്നത് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ നമ്മളിപ്പം നമ്മുടെ നേരത്തെ ചെയ്തു വെച്ച ട്രാൻസ്ഫോമർ എന്ന് 2 കണക്ഷൻസ് വരുന്നുണ്ട് 12 വോൾട്ട് AC. അത് ഈ ഭാഗത്തും ഈ ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കും. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കൊടുത്ത് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ തന്നത്. സോ ഇവിടെ നമ്മൾ AC-യുടെ 2 ഇൻപുട്ടും കൊടുക്കുക. 12 വോൾട്ട് AC-യുടെ ഈ 2 ഭാഗത്തും ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. അതുപോലെ തന്നെ കപ്പാസിറ്റർ പോസിറ്റീവും നെഗറ്റീവും 2 ഭാഗത്തായിട്ട് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. 6 ആംപിയറിൻ്റെ ഡയോഡാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാം ഇതിൻ്റെ 12 വാട്ട് AC ഔട്ട്പുട്ട് ഞാൻ ഇതിൻ്റെ 2 വശത്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് കണക്ഷൻസ് എന്ന്. ഞാൻ പറഞ്ഞുതരാൻ തന്നെ മനസ്സിലാവും പെട്ടെന്ന്.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഔട്ട് എടുക്കണം, ബാറ്ററി ചാർജർ. അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഞാനിപ്പോൾ ഇത് നമ്മുടെ കറണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്ന് ഔട്ട്പുട്ടിലാണ്. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലൂ വയറും റെഡ് വയറും ഈ റെഡ് വയറും നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് 12 വാട്ടാണ്. പിന്നെ ഞാൻ നേരെ ഗ്രീൻ വയറും ബ്ലാക്ക് വയറിൽ നിന്നും നേരെ കറണ്ടിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓണാക്കി നോക്കാം എത്ര വോൾട്ടേജാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്റർ നമുക്ക് DC മോഡിലോട്ട് ഇടാം. DC മോഡിലോട്ട് ഇടുമ്പോൾ 16.8 വോൾട്ട് വരുന്നുണ്ട്. അതായത് 16.7576 അത്രയും അറൗണ്ടിൽ DC വോൾട്ട് കിട്ടുന്നത്. ഇത് DC ആണ്. ഒരു മൾട്ടിമീറ്ററിൽ ഒന്ന് കാണാൻ സാധിക്കും DC ആണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു ബാറ്ററി ചാർജർ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത് നോക്കാം ചാർജ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ ഒരു ബൈക്കിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 11.03 ആണ് അതിൻ്റെ വോൾട്ടേജ്. ഇനി നമുക്കിത് നമ്മുടെ ഈ ബാറ്ററി ചാർജർ വെച്ച് ഈ ബൈക്കിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയറിനുള്ള പോസിറ്റീവ് ലൈൻ എടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ഇതായത് ഇവിടെ നിന്ന് നെഗറ്റീവ് എടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടിമീറ്റർ ബാറ്ററി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് ഇപ്പോൾ കാണാം. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ബാറ്ററി ഫുള്ളാകുന്നത് പോലെ കാണിക്കുന്നത്. പക്ഷെ ഒരു ഒറിജിനൽ നല്ലൊരു ബാറ്ററി ആണെങ്കിൽ ഇതൊരിക്കലും ഇങ്ങനെ പെട്ടെന്ന് കയറത്തില്ല. അപ്പോൾ അതൊക്കെ 12, 12.1, 12.2 അങ്ങനത്തെ ഒരു രീതിയിലേ കയറത്തുള്ളൂ. ഇതിപ്പോൾ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് എൻ്റെത് പെട്ടെന്ന് ഡൗൺ ആയി പെട്ടെന്ന് ഫുള്ളായിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചാർജ് ആവുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ അറൗണ്ട് 13.58 റേഞ്ചിൽ വരുന്നത് കാണാം. ഇപ്പോൾ ബാറ്ററി ഫുൾ എന്നാണ് അതിനർത്ഥം. അത് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. നല്ലൊരു ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് വോൾട്ടേജ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ചാർജ് ആവുന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും ബാറ്ററി ഡൗൺ ആയിട്ട് വീണ്ടും 11 സംതിങ് വരുന്നത് കാണാം. നേരത്തെ 11.03 ആയിരുന്നു. ഇപ്പോൾ 11.78 സംതിങ് ആണ്. അതായത് ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി വീണ്ടും ചാർജ് ആവുന്നതായിട്ട് കാണാം. ഇത്രയാണ് എൻ്റെ വീഡിയോ. ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.